നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് ഗൈസ്. 3-ാം വർഷത്തിൽ നമുക്ക് ഏറ്റവും കിട്ടിയ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോ ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്നൊരു സാധനം ബാറ്റ് വാങ്ങിച്ചു കൊടുക്കാനാണ്. 1,00,000 രൂപ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളായി ഒരു സ്റ്റേക്കേഷൻ ഒക്കെ നമ്മൾ പോയിട്ട്. കുറേ നാളായി. അതുപോലെ നമ്മൾ എപ്പോഴും പോകും, നമ്മൾ മൂന്നാർ കോട്ടയം ഒക്കെയാണ് നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇതുവരെ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കറങ്ങാനായിട്ട് ജസ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സ്റ്റേ ഒന്നും ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, നമ്മളിന്ന് വർക്കല നമ്മൾ സ്റ്റേക്കേഷന് പോവുകയാണ്. അതിന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ് ഗൈസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സത്യം പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറി നമ്മളൊരു 3-4 ദിവസം മുമ്പ് കഴിഞ്ഞു പോയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ എറണാകുളത്ത് ആയതുകൊണ്ട് ഇന്ന് വന്നിട്ട് നമ്മൾ ആഘോഷിക്കാന്ന് വിചാരിച്ചു. ആഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആഘോഷമൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു കേക്ക് കട്ടൊക്കെ ചെയ്ത് നമ്മളതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നു. കണ്ണാടി വെച്ചിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇന്ന് തോലും ഭയങ്കര സുന്ദരിയല്ലേ, ആദ്യമായിട്ടാണ് കൊമ്പ് കെട്ടി കൊടുക്കുന്നത്. കണ്ണി കൊള്ളു തോലുമ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. അവിടെ പോയിട്ട് നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ തോലുമ, പോവാം. ഡാഡീസ് ഗേളാ. ബൈ പറ, ബൈ പറ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പോവാം. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ വർക്കലയുള്ള ആന്റിലിയ ചാലറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് നമ്മൾ വന്നത്. ഇവിടുത്തെ റിസോർട്ട് ഏകദേശം എല്ലാം ഒരു എ ഫ്രെയിമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ റൂം. തുലുമയുടെ ഫസ്റ്റ് വർക്കല ട്രിപ്പാണ്. അല്ലേ തുലുമ? കടലും കണ്ടങ്ങ് ഇരിക്കുക, കാറിൽ കിടന്നങ്ങ് ഉറങ്ങി. വർക്കല നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്റ്റേ എടുക്കുന്നത്. അല്ലേ മേഘു? അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു 1 മണിയായി, പക്ഷെ വെയിലൊന്നും ഇല്ല കേട്ടോ. ഒരു നല്ല മഴക്കോൾ, നല്ല ക്ലൈമറ്റാ. ഇനി അപ്പോൾ നമ്മൾ നമ്മുടെ റൂം കാണിച്ചിട്ടുണ്ടെങ്കിൽ എ ഫ്രെയിമില് ഓപ്പൺ. ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. കാണുമ്പോൾ നമ്മൾ പുറത്ത് കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നുമെങ്കിലും പക്ഷേ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കൊള്ളാല്ലേ തുലുമാ? ഇഷ്ടപ്പെട്ടോ? ഓ, നമ്മുടെ വീട്ടിലെ ബെഡ് കണക്ക് അവിടെ പോയി പിടിക്കാനൊന്നുമില്ല. ഇവിടുത്തെ റൂം കൊള്ളാൻ കേട്ടോ. പിന്നെ ഇവർക്ക് റെസ്റ്റോറൻ്റ് ഇല്ല. റെസ്റ്റോറൻറ്റ് നമ്മൾ അല്ലാതെ പുറത്ത് പോയിട്ട്, ഇവിടെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കണം. അപ്പോൾ എന്തായാലും പോയി കഴിക്കട്ടെ. ഭാഗ്യത്തിന് ചൂടില്ല, നല്ലൊരു മഴക്കാറ് കണക്ക് അന്തരീക്ഷം കിടപ്പുണ്ട്. അതെന്തായാലും ഒരു അഡ്വാൻറ്റേജ്. അതെ, തുലിപ്പ കഴിക്കാൻ പോവാ, ഫുഡ് കഴിക്കാൻ പോവാ. ബാ പോവാ. നമ്മുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അത് കംപ്ലീറ്റ് ആയി. 3 വർഷത്തെ തിരിഞ്ഞു നോട്ടം എങ്ങനെയുണ്ടായിരുന്നു? 3 വർഷം പെട്ടെന്ന് പോയല്ലേ? പക്ഷെ പെട്ടെന്ന് പോയെന്നല്ല, ചില സമയം വിചാരിക്കും ഒരുപാട് നാളായെന്ന് വിചാരിക്കും അല്ലേ? അല്ല, എനിക്ക് എല്ലാം പെട്ടെന്ന് പോയെന്നല്ല. കാരണം നമുക്ക് എൻ്റെ ഒരു പ്ലാനിൽ ആദ്യത്തെ 1 വർഷം നമുക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളതായിരുന്നു. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മതി എന്നുള്ളതായിരുന്നു. പിന്നെ 2ാമത്തെ വർഷം നമ്മൾ ട്രൈ ചെയ്തു, അങ്ങോട്ടൊന്നും സെറ്റായില്ല. അല്ല, 2ാമത്തെ വർഷം സെറ്റായി. അല്ല, അങ്ങനെ വലുതായിട്ടൊന്നും. 3rd ആനിവേഴ്സറി ആയപ്പോൾ നമ്മൾ 3 പേരായി. അതെ, 3rd ആനിവേഴ്സറി 3 തുലുമയെ കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ കിടന്ന നല്ല സുഖം. അപ്പൊ ഉറക്കം ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് പിന്നെ ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് 3 വർഷമാണ് അങ്ങനെ കംപ്ലീറ്റ് ആയത്. 3 വർഷം എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ട്. പണ്ടത്തെ കാട്ടിലും കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് വരണുണ്ട്. ഒരുപാടൊന്നും ഇല്ല, പക്ഷെ എന്തായാലും ചേഞ്ച് ഉണ്ട്. ചേഞ്ച് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ കള്ളം പറയണമല്ലേ. ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എനിക്ക് മേഘയുടെ പറ്റിയാണെങ്കിൽ, മേഘ ആദ്യമൊക്കെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും നമ്മളെ ഡ്രീം എന്താണോ അതിനങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് തരാറില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഡ്രീമിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനല്ലേ? ഇപ്പൊ അത് ശരിയാണ്. അത് എനിക്കാണ് കൂടുതൽ ചേഞ്ച് വന്നതെന്ന് തോന്നണല്ലേ? അപ്പൊ ഞാൻ നോക്കിയപ്പം ആദ്യമൊന്നും എനിക്ക് ഭയങ്കര സപ്പോർട്ട്. അപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ശരിയാവും ഇതൊക്കെ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യമൊക്കെ. പിന്നെ ആയപ്പോൾ ഇവള് എന്റെ ഡ്രീം എന്താണോ അപ്പൊ അതിന് കൂടുതൽ സപ്പോർട്ട് തരാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറയണ്ട, എനിക്ക് ക്രിക്കറ്റിന് പോകണം, ചേട്ടൻ പൊക്കോ, ഞാൻ ഉണ്ട്. ഇപ്പം ഞാൻ വേണം ജോലി നോക്കിക്കോളാം, കുടുംബം നോക്കിക്കോളാം, ചേട്ടൻ്റെ സ്വപ്നത്തില് ഒട്ട് പൊക്കോ, പക്ഷെ അത് അച്ചീവ് ചെയ്യണം. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളായി മാറി ഇപ്പൊ. അപ്പൊ അതൊക്കെ തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ടൈമും ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തും അങ്ങനെ എല്ലാ കാര്യത്തിലും ഫോക്കസ് ആയി നടക്കുന്നത്. കാരണം എൻ്റെ സന്തോഷം, എൻ്റെ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മേഘയാണ്. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലക്കി ആയിരിക്കണം. എല്ലാവർക്കും അത് അങ്ങനെ കിട്ടുന്നതല്ല. ഒരുപാട് ആൾക്കാരെന്നെ ചോദിക്കാറുണ്ട്, നിന്നെ എന്താ ഭാര്യ ഇങ്ങനെ എല്ലാവരും കളിക്കാൻ പെടുന്നത്, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം മേഘ എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ അവരോട് വെച്ച്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരുടേതായിട്ടുള്ള സമയവും എല്ലാം കൊടുത്തതിന് ശേഷം വിടും. എന്നെ അങ്ങനെ പണ്ടോട്ട് എൻ്റെ ആഗ്രഹം മറ്റേ
ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സന്തോഷമാണ് എൻ്റെ ലൈഫിലുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ ചെറിയ സന്തോഷം ഇപ്പം നമ്മളൊരു പാർട്ട്ണർ അത് വേണ്ടാന്ന് പറയാൻ നമുക്ക് അവരുടെ എന്താ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ തോന്നുള്ളൂ. പക്ഷേ അവരവർ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു കാര്യത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അവരുടെ അടുത്തായിരിക്കും. എനിക്ക് തന്നെയാണ് കൂടുതൽ ചേഞ്ച് വന്നതെന്ന് തോന്നുന്നു. പണ്ട് ചേട്ടൻ പറഞ്ഞാലും ഞാൻ കേൾക്കൂല, പക്ഷെ ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൈൻഡ് ഒക്കെ കുറച്ചുകൂടെ അല്ല ഞാൻ ഇവർക്ക് ആദ്യമേ ഞാൻ കുറെ കാര്യങ്ങൾ ഐഡിയാസ് ഒക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ അന്ന് വകവച്ചില്ല. ഇല്ല, ചേട്ടൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടില്ല. പക്ഷെ പിന്നെയാണ് അത് മനസ്സിലാക്കിയത്. അത് ഞാൻ സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഞാൻ ഈ പ്രവൃത്തിയിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാവും. അപ്പൊ ഞാൻ മേഘയുടെ പറഞ്ഞു എങ്കിൽ പിന്നെ ജോലി നോക്ക്, ട്രൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഗൈഡ് ഹൗസിൽ കയറുന്നത്. കയറിയതിനു ശേഷം മനസ്സിലായി ഇപ്പം ഏതാണ് കുറച്ചും കൂടി കംഫോർട്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ഇതായോണ്ട് എനിക്ക് കൊച്ചിനെ നോക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം പറ്റുന്നുണ്ട്. അത് സത്യം പറഞ്ഞ ഒരു ഭാഗ്യമാണ്. കാരണം ഇപ്പം മെറ്റേണിറ്റി ലീവ് ഒന്നും ഒരുപാട് നാളൊന്നും കിട്ടൂല. അപ്പൊ നമ്മുടെ കൊച്ചുങ്ങൾ പെട്ടെന്ന് വളർന്നു പോകും. അപ്പൊ അവരെ വളർച്ചയിൽ അവർ കൂടെ നിൽക്കാൻ പറ്റാത്തത് എല്ലാ അമ്മമാരെ വിഷമമായിരിക്കും. ഇപ്പൊ നമ്മുടെ വീഡിയോ ആണ് ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിരിക്കും. ജോലി വിട്ടിട്ട് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ഒരുപാട് പേർക്ക്. കഴിഞ്ഞ ഒരാഴ്ച എത്തി എറണാകുളം പോയിട്ട് വന്നപ്പോ തൂലുമ്മ കുറച്ചുകൂടി അവളെ പല്ലൊക്കെ വളർന്ന് കുറച്ചുകൂടി പൊക്കാൻ പറ്റണം എനിക്ക് തോന്നുന്നു. അപ്പൊ വളരുന്ന അപ്പൊ അത് ഭയങ്കര ഒരു വിഷമമായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു സംഭവം. പക്ഷെ ഇപ്പം നമുക്ക് എപ്പോഴും എന്താണ് വാവയുടെ കൂടെ ഇരിക്കാം, നമുക്ക് ആയ കാര്യങ്ങൾ ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം അല്ലേ. എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പം ChatGPT എന്തോ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ഏജും നമ്മളൊരു കുട്ടിക്കാലത്തെ ഒരു ഏജും ChatGPT ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മളെ കുട്ടിക്കാലം എന്തു പെട്ടെന്ന് ഇങ്ങനെ പോയി നമുക്ക് ആ പഴയ കാലം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആ കുറെ ഓർമ്മകൾ ബാക്കിലോട്ട് പോയി ഭയങ്കരമായിട്ട് വിഷമം വന്നു. ആ തുലുമ വന്നാ തുലുമതാ ഉറക്കമൊക്കെ കഴിഞ്ഞാ വന്നിരിക്കുകയാണ്. തുലുമ 3-ാം വർഷത്തിൽ നമുക്ക് ഏറ്റവും കിട്ടിയ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് തുലുമ. 3-ാം വർഷമാകുമ്പോ നമ്മൾ അതെ 343 പല്ലൊക്കെ വന്നതിന്റെ ഷോയാണ് തുലുമയ്ക്ക് അല്ലേടി. അപ്പൊ നമ്മളെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് തുലുമയും കൂടി വന്നപ്പോ കുറച്ചും കൂടി ലൈഫ് അവക്ക് കരച്ചിൽ വരുന്നത്. ബിജോയ് തുലുമ കരഞ്ഞെണീറ്റ് പോയി. നമ്മുടെ ഈ ലൈഫിൽ തന്നെ ഏറ്റവും നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണ് തുലുമ. അവള് വന്നപ്പോ ലൈഫ് കുറച്ചും കൂടി കളറായി. കുറെ ലൈഫിൽ ഒരു മീനിങ് ഉള്ളതുപോലെ ആയി. ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു 3 വർഷം സങ്കടങ്ങളും നമ്മുടെ ലൈഫിലെ സങ്കടങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാം. സന്തോഷങ്ങളായിരുന്നു. ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നു ഈ 3 വർഷത്തില്? ഏറ്റവും വലിയ സങ്കടം ഇത് തൂലുമേണ മറ്റേ ലേബർ റൂമിലെ ആ ഒരു ഡോക്ടർ പറഞ്ഞ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അതെ, അതിന്റെ അപ്പുറം സങ്കടം വേറെ ഒന്നുമില്ല. അതാണ് ഏറ്റവും കാരണം പോയെന്ന് നമ്മൾ വിചാരിച്ചൊരു. പക്ഷേ എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മേഘ വന്നപ്പോ എന്റെ ലൈഫിൽ കുറെ സൗഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൂലുമ വന്നപ്പോ ചെറുതാണെങ്കിലും അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറെ ലൈഫിൽ കുറെ സന്തോഷങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്റെ ലൈഫിലെ 2 ലക്ക് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് മേഘയും ഒന്ന് തൂലുമ വന്നപ്പം ഇനിയിപ്പം എന്റെ സിനിമ ഉടൻ റിലീസാവും. പക്ഷെ ഞാൻ അത് സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ എന്റെ മോളൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഈ സിനിമ റിലീസ് ആവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജൂൺ ഫസ്റ്റ് വീക്ക് അങ്ങനെ എന്തോ സിനിമ കാണും. അപ്പൊ എല്ലാം എന്റെ ലക്കാണത്. ചിലത് നമ്മളെ ലൈഫിൽ വന്ന് ചേരുമ്പോൾ നമുക്ക് കുറെ ഭാഗ്യങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലത്തെ 2 ആൾക്കാരാണ് മേഘയും തൂലികയും. ഞാനിപ്പോ ഒരു ക്രിക്കറ്റിന്റെ സാധനങ്ങൾ മേടിക്കാനായിട്ട് മേഘ ഞാൻ മേടിക്കട്ടെ, ചേട്ടൻ പോയി വാങ്ങിച്ചോ, ഇതാണ്. അല്ല വേറെ ഒരു നോ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. അപ്പൊ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ കൂടെയുള്ള പാർട്ണർ നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടിയൊക്കെ നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ സത്യം പറയാലോ, ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരിക്കലും എവിടെ എത്തിപ്പെടാൻ എന്നുള്ളതല്ല, എത്തിപ്പെടാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പൊ കളിക്കുന്നതിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടി. കാരണം പണ്ട് പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് ലൈഫിൽ. അപ്പൊ അതൊക്കെ ഇപ്പോഴങ്ങ് തീർക്കുകയാണ്. ഹാപ്പിനെസ് പറ്റും, നോക്കാം, നമുക്ക് ട്രൈ ചെയ്തൊക്കെ എവിടെയെങ്കിലൊക്കെ എത്താൻ പറ്റുമോ നോക്കാം. നിങ്ങൾക്ക് എന്റെ ലൈഫ് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് എന്റെ വ്ളോഗിലൂടെ തന്നെ കാണിച്ചു തരും. എവിടെയെങ്കിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കാരണം ഒരാൾക്ക് ലൈഫിൽ ഒരു മോട്ടിവേഷൻ ആവാൻ പറ്റുവാണെങ്കിൽ നോക്കാം, ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ട്രൈ ചെയ്യാതെ ചുമ്മാ നമ്മളൊന്നും കിട്ടിയില്ലെങ്കിൽ അതൊരു ഇതായിരിക്കുമല്ലോ. ഭാവേനെ നോക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും റിയലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മള് ചിലരൊക്കെ ഇതുപോലെ പറയും മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞൊക്കെ പോകുന്ന, അതൊക്കെ കാണുമ്പോൾ എനിക്ക് അത് ഭയങ്കര വിഷമാവും. നമ്മള് അല്ലേ ഒന്നത് പാലുകൂടി പോലും മാറാത്ത പിള്ളേരെയായിരിക്കും നമ്മൾ ഇട്ടിട്ട് ജോലിക്കൊക്കെ പോകുമ്പം അവരൊരു മാനസികാവസ്ഥ ആലോചിച്ചൊക്കെ. അപ്പൊ ആ ഒരു കമ്പയർ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞ അല്ലേ ഭയങ്കര ബെറ്ററുമാണ്. ഒരു ലക്കാണ് സത്യം പറഞ്ഞ. അത് ഞാൻ വീട്ടിൽ ചേട്ടനുള്ളോണ്ട്
നന്ദിവട്ടം ഉള്ളതുകൊണ്ട് മാത്രം. അതുകൊണ്ട് നമുക്കിപ്പം വീഡിയോ ചെയ്യണുണ്ട്, നമുക്കായാലും കൊച്ചിന്റെ കാര്യം നോക്കാം. അപ്പൊ അതൊക്കെ ഉള്ളൊരു സന്തോഷമാണ്. ഇതില്ലായിരുന്നു ഇപ്പൊ ചേട്ടനെ നമ്മളിങ്ങനെ കണ്ടില്ല ചിലപ്പോ ഞാൻ ഈ ഒരു, കാരണം ഞാൻ ബേസിക്കലി ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു ചിലപ്പോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. സീരിയസ്ലി എനിക്ക് തോന്നണില്ല. അതൊരു ലക്കായിട്ട് ഞാൻ ഇപ്പം വിചാരിക്കാറുണ്ട്. കാരണം അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്, കഷ്ടപ്പെട്ടത് അമ്മമാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്താലോ? കേക്ക് കട്ടിങ് എല്ലാ സന്തോഷം കഴിഞ്ഞപ്പം വന്നിരിക്കുകയാണ് തൂലുമ്മ. എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഉറക്കം അടിക്കണം. ആ മൈക്ക് തൊണ്ടല്ലേ, അവിടെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കല്ലേ. ബാ ബാ ചുമ്മാ ഇവിടെ നിൽക്കുമ്പോ അവിടെ ഇങ്ങോട്ട് വരാൻ തോന്നേ. അവിടെ നിൽക്കുമ്പോ എന്റെ അടുത്ത് വരാൻ തോന്നും. എന്തേലും പറ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. അതെ, കേക്കില്ല നിനക്ക്, തീർന്നു കേക്ക്. ഞാൻ ഈ സാഹചര്യത്തിൽ മേയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ സർപ്രൈസ് ആയിട്ട് ഞാൻ മേടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ചിലപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു യൂസ് ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനൊന്നും അങ്ങനെ മേടിച്ചില്ല. അപ്പൊ മേയ്ക്ക് എന്താണോ എനിക്കിഷ്ടം അത് നീ പറഞ്ഞ ഞാൻ മേടിച്ചില്ല. എനിക്കാ എന്ത് പറഞ്ഞാലും മേടിച്ചിരുന്നു. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ മൂക്കുത്തി വാങ്ങിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ മൂക്കുത്തിയാണ് എനിക്കിങ്ങനെ ഒരു ആക്രാന്തം തോന്നുന്നു. മൂക്കുത്തി എന്തോ ഇല്ലേ? അത് പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. മൂക്കുത്തി മതി. ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ? ഡയമണ്ട്. ഞാൻ ഡയമണ്ട് അല്ലേ? ഡയമണ്ട് അല്ലേ? സർപ്രൈസ് വേണ്ടായിരുന്നു, സർപ്രൈസ് മതിയായിരുന്നു. അപ്പൊ ഡയറി മിൽക്ക് തിന്നേനെ മേടിച്ചത്. മേയ്ക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് മൂക്കുത്തി. ഒരു പവന്റെ മാലയൊന്നും പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞു വാങ്ങി തരായിരുന്നു. അല്ല, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലല്ലോ. തൂലുമയ്ക്ക് എന്താ വേണ്ടേ? അമ്മയുടെ ഉമ്മ മതിയോ? മൈക്കാ ഇത് വേണോ? എന്തേലും പറയോ? ഒന്നും പറയൂല. അലിമ്പ. ഞാൻ ആദ്യം വെഡിങ് ആനിവേഴ്സറി ചെറുതായിട്ട് കേക്ക് കെട്ട് നമ്മൾ ആ റൂമിൽ വെച്ച് ചെയ്യാന്നുള്ളായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിയാണ് ഇത്രയും സെറ്റപ്പ് ഒക്കെ ചെയ്തു തന്നത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തില്ല, വീഡിയോസിൽ കണ്ടിട്ടുള്ള. അല്ലാതെ ഭയങ്കര ഹാപ്പി. ബീച്ചിന്റെ സൈഡില് ആ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബാണ്. ശരിക്കും ഞാൻ അത് ഇടയ്ക്ക് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് സീരിയസ്ലി ഞാൻ പ്ലാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷെ എന്തായാലും അത് താങ്ക് യു ആന്റലിയ ഷാലറ്റിലെ ക്രൂ മെമ്പേഴ്സിനോട്. പിന്നെ റൂമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ഒരു എ ഫ്രെയിം സെറ്റപ്പ്, ഒരു യൂറോപ്പ് കൺട്രിയിലൊക്കെ കാണുന്ന പോലത്തെ. പക്ഷെ എന്തായാലും അടിപൊളി വ്യൂവിൽ ഇങ്ങനെ ഒരു വെഡിങ് ആയിരുന്നു. 3ാമത്തെ വർഷം. ഇനി അടുത്ത് നമ്മള് മേയ്ക്ക് മൂക്കുത്തി മേടിക്കാൻ വേണ്ടി പോവാണ്. എക്സൈറ്റഡ് ആണോ? ഒരുപാട് എക്സൈറ്റഡ് ആണ്. മൂക്കുത്തിയോടുള്ള ഇഷ്ടം എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. പണ്ടൊന്നും എനിക്ക് ഇങ്ങനെ ഇല്ലായിരുന്നു. ഞാനാണ് കഷ്ടകാലത്തിന് മൂക്കുത്തി കൊണ്ട്. അല്ല, ഞാൻ ആദ്യം പറഞ്ഞ മേയ്ക്ക് കുറെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണപ്പം രസമുണ്ട്. അപ്പൊ ഞാൻ മേഘ എടുത്ത് പറയേണ്ടി നീ മൂക്കുത്തി കുത്താൻ പറഞ്ഞ നല്ല രസം ഉണ്ടാവും. പക്ഷെ കുത്തിക്കൊണ്ട് വന്നതിന് ശേഷം ഉള്ള അമ്മ 2 ദിവസം മിണ്ടിയില്ല. എന്റെ വീട്ടില് സമ്മതിക്കത്തില്ല. അറിയില്ല, കൊറേ കാര്യത്തില് ഞാനാണ് കേട്ടോ മാറ്റിയെടുത്തത്. അതെ, മുടി ത്രെഡ് ചെയ്യാൻ പോലും അമ്മ സമ്മതിക്കൂല. ഇപ്പൊ ഞാൻ ത്രെഡ് ചെയ്തു, മുടി ചെയ്തു, ചെയ്യാത്തൊന്നുമില്ല ഞാൻ സീരിയസ്ലി. അപ്പൊ നമ്മൾ ഏതായാലും ജ്വല്ലറി പോയിട്ട് മേക്കുള്ള ഗിഫ്റ്റ് മേടിക്കട്ടെ. ഗൈസ്, അങ്ങനെ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏതാണ്, എങ്ങനത്തെ മോഡലാണെന്നുണ്ടല്ലേ? ഇല്ല, കുറച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വാങ്ങണമെന്നുണ്ട്. നമ്മൾ സാധാ കാണാത്ത ഭയങ്കര വലുത് മേടിച്ചാൽ വൃത്തികേടായിരിക്കും. പാമ്പിന്റെ മൂക്കുത്തി ഇപ്പൊ പാമ്പ് സീസൺ ആയതുകൊണ്ട് ഓക്കെ, ട്രെൻഡാണ്. ഭയങ്കര വലുതൊരു വൃത്തിയാണ്. ഇപ്പൊ നിന്റെ മൂക്കി കിടക്കുന്ന നോക്കട്ടെ, അത് അത്യാവശ്യം വലുതാണ്. കുറച്ച് അതിലും കൂടി ചെറുതാണെങ്കിൽ കുറച്ച് നല്ല രസമായിരിക്കും. ചെറുതായിട്ട് തിളങ്ങുന്നതാണ് നല്ലത്. വച്ചോ, അറിയായിരിക്കുമല്ലോ. മേഘ ഇത് സെലക്ട് ചെയ്തു. എന്റെ ഓൾറെഡി ഉള്ളത് അത്ര ഇതാണ് ഉണ്ടായിരുന്നത്. അല്ല, എനിക്ക് കുറച്ചുകൂടി ചെറുതാ നല്ലത്. കുറച്ച് മൂക്കുത്തിയിട്ട് ജീവിക്കേണ്ടി വരും. ചെയ്ത് കൊള്ളാം. ഈ ചെറുതാണ് കുറച്ചുകൂടി ബെറ്റർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുതാ. ഇച്ചിരി വലുതാണ്. അതെ, ഇതും ഒരു ബട്ടർഫ്ലൈയാ ഇരുന്നത്. അപ്പൊ ഇത് മേടിച്ചു. കൊള്ളാം. സിമ്പിൾ. അറിയാൻ പറ്റുമല്ലേ മൂക്കുത്തി? അറിയാം. നീ കണ്ണാടി നോക്കി. ആ, കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. കാരണം നിന്റെ നല്ല വലുത് എന്തായാലും ഉണ്ടല്ലോ. ഇത് ഒരു ഇത് കൊള്ളാം. ഇത് നൈസായിട്ടുണ്ട് മറ്റേനേക്കാളും. ചെറുതാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. എനിക്ക് അതുപോലെ വല്ലാണ്ട് ഇഷ്ടം. ഓൾറെഡി വലുതുണ്ട്, 2 ഉണ്ടല്ലോ. അപ്പൊ ഇത് ഫിക്സ്.
ഇനി വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കണ്ട. എനിക്ക് അത് വേണമെന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ലേ. ഓക്കെ ഹേ ഗായ്സ്, അപ്പോൾ മേഘയ്ക്കുള്ള എൻ്റെ ചെറിയ വെഡ്ഡിങ് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. മേഘ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാണിക്കട്ടെ. കൊള്ളാല്ലേ? ചെറുത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നേരത്തേക്കാളും ഇത് കുറച്ചുകൂടി കൊള്ളായിരുന്നു. ചെറുതാണ് കൊള്ളായിരുന്നല്ലേ? ഒരു ദിവസം അത്യാവശ്യം നമ്മള് കുറച്ചുകൂടി ഒന്ന് എൻജോയ് ചെയ്തു, സ്പെൻഡ് ചെയ്തു. ആ റിസോർട്ടായിരുന്നല്ലേ അത്യാവശ്യം കൊള്ളാം. നമ്മളിങ്ങനെ ഡോറ് തുറക്കുമ്പോൾ തന്നെ നേരെ സീ വ്യൂ ആയിരുന്നു. പിന്നെ തോലുമയ്ക്ക് മാത്രം ഒന്നും ഞാൻ വാങ്ങിച്ചില്ല. തോലുമയ്ക്ക് മാത്രം ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. അല്ല തോലുമ, തോലുമേനെ മേഘയുടെ വീട്ടിൽ കൊടുത്തിട്ടാ പോയത്. അവൾക്ക് ഇപ്പം ഇങ്ങനെ പെട്ടിക്കകത്തോട്ട് കയറണം, അതാണ് അവളുടെ ആഗ്രഹം. അല്ല അതല്ല ആഗ്രഹം. ഓ നമുക്ക് പോവാം. ടാറ്റ പോവാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട്. ഒരു മിനിറ്റ് കേസ്. ഇവിടുത്തെ കൂട്ടിലടച്ചോട്ടെ. ഇതാണ് തൂലുമേടെ കൂട്. ഇവിടുത്തെ ഈ കൂട്ടിലടച്ചു വെക്കുന്ന ഇവിടുത്തെ. ഇല്ലാന്നുണ്ടെങ്കിൽ സേഫ് അല്ല. പക്ഷെ എല്ലാ വീട്ടുകാരും ഇത് വെച്ചിട്ടേ നമ്മുടെ കണ്ണ് തെറ്റി പോവാറായി ജസ്റ്റ് മിസ്സിന് പോയിട്ടുണ്ട്. ഇത് നല്ലൊരു പരിപാടിയാണ്. ഈ കൂട്ടിനകത്ത് അങ്ങിട്ടേക്കാം. അപ്പൊ കുറച്ചുകൂടി സേഫ് ആണ്. 3ാമത്തെ വർഷം വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിരിക്കുകയാണ്. 3ാമത്തെ വർഷത്തെ നമ്മൾ 3 പേരായി. 4ാമത്തെ വർഷത്തെ 4 പേരാകും. നമുക്ക് നോക്കാം. അത് നോക്കണ്ട, നമുക്ക് അങ്ങനെ നോക്കാം. അയ്യോ 4ആവൂലല്ലേ? ഏതായാലും ഇനി ആവൂല. 5ാമത്തെ വർഷത്തെ 5 പേരാകും. 5 ആക്കണ്ട, അവിടെ നടക്കാം. തുലുമിന്റെ ഒരു കൂട്ടുകാരിയൊക്കെ വേണ്ടേ മേഘ? തുലുമയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ. ഓ നശിച്ചു. എന്ത് വേണം? എന്നെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അമ്മയെ കിട്ടിയില്ല തുലുവിന്. അല്ല, എനിക്ക് ഓൾറെഡി വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോ ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്നൊരു സാധനം ബാറ്റ് വാങ്ങിച്ചു കൊടുക്കാന്നാണ്. കാരണം ബാറ്റ് ഏത് സമയവും ബാറ്റ് എന്ന് വെച്ചാൽ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഭ്രാന്താണ്. അപ്പം ബാറ്റ് ആയിരിക്കും ഏറ്റവും അടിപൊളി ഗിഫ്റ്റ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാല് അത് ഇപ്പൊ എവിടെ നിന്ന് വാങ്ങണമെന്നോ അതിന്റെ ഏതാണ് നല്ലതെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടൊന്ന് സർപ്രൈസ് ചെയ്യാനുള്ളതായിട്ട് എനിക്ക് അറിയാത്തോണ്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കൂല. ചേട്ടനും കൂടെ അപ്പൊ വേറെ ആർക്കും ചേട്ടന് ഇഷ്ടം ചേട്ടനല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സർപ്രൈസ് ആയിട്ട് വെച്ചാൽ അത് ഫ്ലോപ്പ് ആയി പോകും. അല്ല, ഞാൻ സത്യം പറഞ്ഞ സർപ്രൈസ് ആയിട്ട് മേടിക്കാത്തെന്ന് വെച്ചാൽ എന്തെങ്കിലും യൂസ് ഉള്ള ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് യൂസ് ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗമുണ്ട്. കാരണം ഓൾറെഡി ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം അവർക്ക് ഉണ്ട്. ഈ ഇടയ്ക്കും കൂടെ വിചാരിച്ചോളൂ മുപ്പത്തി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസ് കൊടുക്കണേ. നമ്മള് വണ്ടിയൊക്കെ കൊടുത്തോലെ കിണ്ണാച്ചി സർപ്രൈസ് കൊടുക്കണം. അതെ, അതൊരു സർപ്രൈസ്. ഉറപ്പിക്കല്ലേ. അതുകൊണ്ട് ബിജുവായിട്ട് ചോദിച്ചാൽ ആകാശനോട് ചോദിച്ചാൽ ചിലപ്പം എന്തുവാണ് അവർക്ക് ചിലപ്പോ അറിയാൻ പറ്റൂല. അപ്പം ചേട്ടൻ അറിയാതെ അത് വാങ്ങിച്ചു കൊടുക്കണത് പോസിബിൾ അല്ല. അപ്പൊ ഞാൻ കരുതി ചോദിച്ചിട്ട് സർപ്രൈസ് കറക്റ്റാ കൂടെ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഒരു ബാറ്റാണ് ചേട്ടൻ ഒന്ന് പറയൂല. ഏതൊരു ബാറ്റ് പറയൂല, എന്തുവാണ് ഏതോ ഒരു എഡിഷൻ പറയൂലായിരുന്ന അത് തന്നെ ഹർദിക് പാണ്ഡ്യയുടെ 1,00,000 രൂപ. അത് തന്നെ. ചുമ്മാ പറയല്ലേ. പക്ഷെ അത് ഏത് കടയിൽ കിട്ടുമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതവിടെ കൊണ്ടുപോയാ ഞാൻ വാങ്ങിച്ചുതരാം. വാങ്ങിച്ചാൽ ഞാൻ പൈസ കൊടുക്കാം. ഞാൻ വാങ്ങിച്ചുതരാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വിടും കൊച്ചിക്ക്. ഞാൻ കൊച്ചിയിലാണ് അത് കിട്ടുന്നല്ലേ? കൊച്ചിയിലേ ഉള്ളൂ. കള്ളം പറഞ്ഞ തൂലിനെ കൊണ്ട് സത്യാണ്. സത്യമാണ്. താഴെ പോയി കള്ളസത്യൊന്നുമില്ല. തുലുമ, നിന്റെ അമ്മ എനിക്ക് 1,00,000 രൂപയുടെ ബാറ്റ് മേടിച്ചു തരാന്ന് പറഞ്ഞേക്കാണ്. സീരിയസ് ആയിട്ടാണോ? എക്സൈറ്റഡ്. ഇതിന് ഇതൊക്കെ നീ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് തൊലച്ചിരുന്ന ഞാൻ എന്റെ ലൈഫിൽ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ വാങ്ങിച്ചു കൊടുക്കണ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിരിക്കും. എനിക്ക് വിശ്വാസം പറഞ്ഞില്ല. ഒന്നാമത്തെ വിശ്വാസം പറഞ്ഞില്ല. അത് വിശ്വാസം വരാത്ത എനിക്ക് പറ്റൂലേ വാങ്ങിച്ചു തരാൻ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച എന്റെ സേവിങ്സ് ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് എന്നുവെച്ചാൽ എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം എനിക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഗിഫ്റ്റ് ഇതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊച്ചിനോട് എക്സൈറ്റഡ് ആയി. സോ ഗൈസ്, ഇത് അവള് മേടിച്ചു തന്ന കേരളത്തില് ക്രിക്കറ്റ് ബാറ്റ് 1,00,000 രൂപയുടെ ക്രിക്കറ്റ് ബാറ്റ് മേടിച്ചു തരുന്ന ആദ്യത്തെ വനിതയായിരിക്കും. ഞാൻ ഒരു ഫോട്ടോ തരും എനിക്ക് എങ്കിലും. സോ ഗൈസ്, ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ചൂട് ഇവള് മാഞ്ഞ, അതായത് ഇവള് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് മേടിച്ചെന്ന് മറന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ഇവളെ കൊണ്ട് വിടട്ടെ. ചിലപ്പോ നാളെ ചിലപ്പോ ഞാൻ വിചാരിക്കും അത് വേണം. നാളെ
സോ ഗൈസ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരെ എവിടെ കൊണ്ട് എറണാകുളത്തോട്ട് പോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി വാങ്ങിക്കോ ഇല്ലെന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ പറഞ്ഞതിന് ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പോയിട്ട് വരാം.